നെയ്ച്ചോറിനും ചിക്കൻ കറിക്കും ഒരു കോളുണ്ട്. എങ്ങോട്ടാണ് പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലോട്ടാണ് പോണത്, കൊടുങ്ങല്ലൂർക്കാണ് പോണത്. അപ്പൊ ഞാനും ഇത്താത്തയുടെ മോനും കൂടിയാണ് പോണത്. ഹൈസിനെ കൊണ്ടുപോകാഞ്ഞത് ഉച്ച നേരം ആയിട്ടുണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഹൈസിനും അബാനും കൂടെ വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഉറങ്ങും. അപ്പൊ ഉറങ്ങണ രണ്ടുപേരെയും എനിക്ക് പിടിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഹൈസിനെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ 2 വീലറിനാണ് ഞങ്ങൾ പോണത്. അങ്ങനെ ഞങ്ങൾ ഇനി വീടെത്തിയിട്ട് വിശേഷങ്ങൾ കാണിച്ചു തരാട്ടാ. അങ്ങനെ തന്നെ ഇതാണ്ട വീടിന്റെ പറമ്പൊക്കെ ആകെ കാട് പിടിച്ചിരിക്കുകയാണ്, നല്ല കാടായിട്ടുണ്ട്. പിന്നെ ഓരോന്നൊക്കെ നട്ടിട്ടുണ്ട് അതിന്റെ ഇടയിലായിട്ട്. അപ്പൊ ഇതാണ് പരിസരം. ഞാൻ എവിടെ ചെന്നാലും അവിടെ പച്ചപ്പാണ്. അതായത് ഞാനിപ്പോ ഏത് ഹോം ടൂർ ചെയ്താലും അവിടെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതാണ് കേട്ടോ വീടിന്റെ ഫ്രണ്ട്. പെയിന്റും കാര്യങ്ങളൊക്കെ ആകെ മുഷിഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ലൊരു വീടാണ് ഞങ്ങളുടെ വീട് എന്ന് പറയാനായിട്ട്. ഞങ്ങൾക്ക് സന്തോഷവും സമാധാനം എല്ലാം ഉള്ള നല്ലൊരു വീടാണ്. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറാണ്, ചിക്കൻ കറിയാണ്, അമ്മായിയുടെ സ്പെഷ്യലാണ്. അപ്പൊ ചിക്കൻ കറിക്ക് വെള്ളം കൂടിയിട്ട് അത് വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, കുക്കറിൽ ഇട്ടതുകൊണ്ട് വെള്ളമുണ്ട്. അപ്പൊ ഇതൊന്ന് വീഡിയോ പിടിക്കേണ്ട, കറിയിൽ വെള്ളം കൂടി പോയി എന്ന് പറഞ്ഞിട്ട് അമ്മായി വീഡിയോ പിടിക്കണ്ടെന്ന് പറഞ്ഞതാണ്. അങ്ങനെ തന്നെ പപ്പടമൊക്കെ തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്ച്ചോറിന്റെ കൂടെ ചിക്കൻ കറി എന്തായാലും ഉണ്ടാവും, അതിന്റെ കൂടെ ചിക്കൻ ഫ്രൈ ഉണ്ടാവുമല്ലോ. അങ്ങനെ തന്നെ ചിക്കനൊക്കെ തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നന്നായിട്ട് വിശന്നിട്ടാ. ഞാനപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായി വേഗം ആവട്ടെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ കൂടെ നല്ല അടിപൊളി അച്ചാറും ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.